നമസ്തേ. തമിഴ്നാടിൻ്റെ ചരിത്രത്തിലെ നടുക്കുന്ന ഓർമ്മയാണ് ശ്രീപെരുമ്പത്തൂർ. തമിഴ് മക്കളുടെ മനസ്സിലെ ഒടുങ്ങാത്ത വേദനയായി ഇന്നും ശ്രീപെരുമ്പത്തൂർ നിലകൊള്ളുന്നു. ഭാരതത്തിൻ്റെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത് ശ്രീപെരുമ്പത്തൂരിലാണ്. അന്ന് ആ ദുരന്തം നടന്ന മണ്ണിൽ ഇന്ന് രാജീവ് ഗാന്ധിയുടെ സ്മൃതി മണ്ഡപം. ആ സ്മൃതി മണ്ഡപത്തിലെ ഏറ്റവും വലിയ ആകർഷണം വാനിൽ നിറഞ്ഞു പാറുന്ന കൂറ്റൻ നമ്മുടെ ദേശീയ പതാകയാണ്. അതിമനോഹരമാണ് ആ കാഴ്ച. മനോഹരമായ ശ്രീപെരുമ്പത്തൂരിലെ രാജീവ് ഗാന്ധിയുടെ സ്മൃതി ഏത് ഇന്ത്യൻ പൗരനും തീർച്ചയായും ഇത് കാണണം. 2003 ഈ സ്മൃതി മണ്ഡപം രാജ്യത്തിന് സമർപ്പിക്കപ്പെട്ടത്. സെൻട്രൽ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റാണ് മനോഹരമായ ഈ സ്മൃതി മണ്ഡപം നിർമ്മിച്ചത്. ചെന്നൈയിൽ നിന്ന് 40 കിലോമീറ്റർ അകലെ ചെന്നൈ ബാംഗ്ലൂർ ഹൈവേയുടെ അരികിലാണ് ഈ മനോഹരമായ സ്മൃതി മണ്ഡപം. ശ്രീലങ്കയിലുള്ള തമിഴ് മക്കളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ ശാന്തിസേന ശ്രീലങ്കയിലെത്തിയത്. അതിന് ചുക്കാൻ പിടിച്ചതാണ് പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയായിരുന്നു. എന്നാൽ ശ്രീലങ്കൻ സർക്കാരിൻ്റെ തെറ്റായ നീക്കങ്ങളിൽ അകപ്പെട്ടുപോയ ഇന്ത്യൻ ശാന്തിസേന പ്രഭാകരൻ്റെ നേതൃത്വത്തിലുള്ള LTTEക്ക് എതിരായി നീങ്ങാൻ നിർബന്ധിതരായി. ആ പോരാട്ടത്തിൽ ധാരാളം LTTE പോരാളികളും ഇന്ത്യൻ സൈനികരും കൊല്ലപ്പെട്ടു. ഇന്ത്യയുടെ ഈ നീക്കം പ്രഭാകരനെ ചൊടിപ്പിച്ചു. LTTE രാജീവിനെ വധിക്കാൻ പദ്ധതി തയ്യാറാക്കി. അതിന് നിയോഗിക്കപ്പെട്ടവർ ഇന്ത്യയിലെത്തി. ലോകത്തിന് മനുഷ്യ ബോംബ് എന്ന രണനീതി പകർന്നു നൽകുകയായിരുന്നു പ്രഭാകരൻ. 1991 മെയ് 21 തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി കോൺഗ്രസ് നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ രാജീവ് ഗാന്ധി 8:30 ചെന്നൈ എയർപോർട്ടിലെത്തി. അവിടെ നിന്ന് കാറിൽ 40 കിലോമീറ്റർ അകലെയുള്ള ശ്രീപെരുമ്പത്തൂരിലേക്ക്. വഴിയരിയിലൊക്കെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് അദ്ദേഹത്തിൻ്റെ യാത്ര. 10 മണിക്ക് ശേഷം അദ്ദേഹം ശ്രീപെരുമ്പത്തൂരിലെത്തി. കാറിൽ നിന്നിറങ്ങി ആയിരക്കണക്കിന് ആൾക്കാരുടെ നടുവിലൂടെ വേദിയിലേക്ക്. കാത്തുനിന്നവരുടെ മാലയും ബൊക്കെയുമൊക്കെ ഏറ്റുവാങ്ങിയാണ് രാജീവിൻ്റെ യാത്ര. ഈ തിരക്കിലും ഒരു കൊച്ചുകുട്ടി ചൊല്ലിയ കവിത രാജീവ് കേട്ടുനിന്നു. ബൊക്കെയും കയ്യിൽ പിടിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞു നിർത്തിയ ഒരു പെൺകുട്ടിയെ രാജീവ് കാണുന്നു. അവളെ രാജീവ് കൈകാട്ടി അരികിലേക്ക് വിളിക്കുന്നു. അവൾ വന്നു. തനു എന്ന് വിളിപ്പേരുള്ള തേൻമൊഴി രാജരത്ന. അവൾ ബൊക്ക രാജീവിന് നൽകി നമസ്കരിക്കാനായി കുനിഞ്ഞു. ലോകം നടുങ്ങിയ പൊട്ടിത്തെറി. തനുവും രാജീവും ചിതറിത്തെറിച്ചു. തമിഴ്നാട് നടുങ്ങി. ഒപ്പം 15 നിരപരാധികളും കൊല്ലപ്പെട്ടു. 43 പേർക്ക് പരിക്കേറ്റു. അതായിരുന്നു ശ്രീപെരുമ്പത്തൂരിൽ നടന്ന മഹാദുരന്തം. ഈ സ്മാരകത്തിൻ്റെ നടുവിൽ ഗ്രാനൈറ്റിൽ തീർത്ത രാജീവ് ഗാന്ധിയുടെ ശില്പമുണ്ട്. ആ പൊട്ടിത്തെറിയുടെ ഭീകരത വിളിച്ചോതുന്ന ശില്പം. 7 ഗ്രാനൈറ്റ് പില്ലറുകൾക്ക് നടുവിലാണ് ആ ശില്പം. ധർമ്മം, ന്യായം, സത്യം, ത്യാഗം, സമൃദ്ധി, വിജ്ഞാനം, ശാന്തി എന്ന ഭാരതത്തിൻ്റെ 7 തത്വങ്ങളുടെ പ്രതീകങ്ങളാണ് ആ 7 പില്ലറുകൾ. അതിമനോഹരമായി ഈ സ്മൃതി മണ്ഡപത്തിലെ ബെഞ്ചിലിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ മരണത്തെ അരികിലേക്ക് വിളിച്ച രാജീവ് ഗാന്ധിയും മരണമായി എത്തിയ തനുവും തന്നെയായിരുന്നു. വല്ലാത്ത ഒരനുഭവമാണ് സുന്ദരമായ ഈ സ്മൃതി മണ്ഡപം. തീർച്ചയായും ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഏതൊരാളും ശ്രീപെരുമ്പത്തൂരിലുള്ള സ്മൃതി മണ്ഡപത്തിൽ എത്തുകയും ഈ സ്മൃതി മണ്ഡപം കാണുകയും ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിമനോഹരമായ ഈ സ്മൃതി മണ്ഡപത്തിൽ എത്ര നേരം വരെയും നമുക്ക് ചെലവഴിക്കാൻ കഴിയും. അത്രത്തോളം ശാന്തമാണ്, മനോഹരമാണ്. പ്രകൃതിയുടെ വല്ലാത്തൊരനുഭവമാണ് നമുക്കവിടെ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സ്നേഹിതർക്ക് ഈ ചാനൽ പരിചയപ്പെടുത്തണം. നന്ദി, നമസ്തേ, വണക്കം.